സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി. ED പിടിച്ചെടുത്ത പണം അർഹതപ്പെട്ടവർക്ക് നൽകുന്നതിനുള്ള നിയമോപദേശം തേടുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിന് തിരിച്ചടിയായി പഞ്ചാബിൽ നിന്നുള്ള MP BJPയിൽ ചേർന്നു. വരുൺ ഗാന്ധിയെ പാർട്ടിയിലേക്ക് ക്ഷണിച്ച് കോൺഗ്രസ് രംഗത്തെത്തി. വിവിധ മണ്ഡലങ്ങളിലെ NDA വനിതാ സ്ഥാനാർത്ഥികളെ ഫോണിൽ വിളിച്ചുള്ള പ്രധാനമന്ത്രിയുടെ സംഭാഷണത്തിലാണ് ആലത്തൂരിലെ സ്ഥാനാർത്ഥി TN സരസു കേരളത്തിലെ സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പ് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തന്റെ പക്കലുണ്ടെന്നും ശക്തമായ നടപടി ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി ഉറപ്പു നൽകി. Sir, please could you do something against this, sir? Professor Sursuji, our government will take strict action against everyone involved, and we will ensure that the poor get justice. So on behalf of me, you can promise them that whatever property attached by the ED, that money will be returned to the people, those who have invested in the bank. പശ്ചിമ ബംഗാളിൽ മികച്ച വിജയമുറപ്പിക്കാനുള്ള നീക്കങ്ങളും BJP ആരംഭിച്ചു. സന്ദേശ് ഖലി സമരങ്ങളിലെ മുന്നണി നേതാവും ബസീർഗഡ് സ്ഥാനാർത്ഥിയുമായ രേഖാ പത്രയെ പ്രധാനമന്ത്രി ഇന്ന് നേരിട്ട് ഫോണിൽ വിളിച്ച് വിജയമുറപ്പിക്കാൻ മാർഗനിർദ്ദേശങ്ങൾ നൽകി. കോൺഗ്രസിന് തിരിച്ചടിയായി പഞ്ചാബിൽ നിന്നുള്ള MP BJPയിൽ ചേർന്നു. ലുധിയാന MP രവനീത് സിംഗ് ആണ് BJPയിൽ ചേർന്നത്. അരവിന്ദ് കെജ്രിവാളിനെ കോൺഗ്രസ് പിന്തുണയ്ക്കുന്നതിൽ രവനീത് സിംഗ് അതൃപ്തി പരസ്യമാക്കിയിരുന്നു. രാജസ്ഥാൻ, മണിപ്പൂർ സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് ആറാംഘട്ട പട്ടികയിൽ BJP ഉൾപ്പെടുത്തിയത്. ഹിമാചലിൽ അയോഗ്യരാക്കപ്പെട്ട മുൻ കോൺഗ്രസ് MLAമാർക്ക് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ BJP സീറ്റ് നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് കൂടുതൽ ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഗുജറാത്ത്, കർണാടക, ബംഗാൾ എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥികളെയും BJP ഇന്ന് പ്രഖ്യാപിച്ചു. 3 ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഇന്നുണ്ടായി. സീറ്റ് കിട്ടാത്തതിൽ അതൃപ്തിയിലുള്ള വരുൺ ഗാന്ധിയെ തങ്ങളുടെ പാളയത്തിലെത്തിക്കാൻ കോൺഗ്രസും നീക്കം തുടങ്ങി. പാർട്ടിയുടെ നേതാക്കളെയും സ്ഥാനാർത്ഥികളെയും ഇന്ത്യ മുന്നണി വ്യക്തിഹത്യ നടത്തുകയാണെന്ന് BJP തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. 24 ഡൽഹി.